വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ സൗദി അറേബ്യയിലാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ പറയുന്ന ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായ ഞാനപ്പോൾ വിചാരിച്ചു 1947 ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നടന്ന ഒരു കാര്യം ഇടയിൽ നടന്ന കാര്യം എന്താ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൂടെ വലിയ രാഷ്ട്രീയ നിയന്ത്രണം നേടിയത്. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യ ഭരിച്ചു. ഇന്ത്യക്കാർക്ക് സ്വന്തം രാജ്യത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഇന്ത്യക്കാർക്ക് സ്വയം ഭരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി. പല ഘട്ടങ്ങളിലായി സ്വാതന്ത്ര്യ സമരം നടന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ആയിരക്കണക്കിന് സ്വതന്ത്ര്യ സമര സേനാനികളും ഈ പ്രസ്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. അങ്ങനെ നീണ്ട സമരങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് സ്വതന്ത്രരായി. അന്ന് ഇന്ത്യക്കാർക്ക് അതൊരു പുതിയ തുടക്കമായിരുന്നു. സ്വന്തം രാജ്യത്തെ സ്വയം ഭരിക്കാനുള്ള ഒരു അവകാശം. അതാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി. അപ്പൊ ഈ 1947 സൗദി അറേബ്യയും തമ്മിൽ എന്താ കണക്ഷൻ? ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള മോഡേൺ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് 1947 സ്ഥാപിക്കപ്പെട്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിച്ചത്. ഡിപ്ലോമാറ്റിക് റിലേഷൻ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒഫീഷ്യലി സംസാരിക്കുക, എംബസീസ് വഴി ബന്ധം നിലനിർത്തുക, ട്രേഡ്, ബിസിനസ്, സെക്യൂരിറ്റി, കൾച്ചർ, പല കാര്യങ്ങളിലും ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഇന്ത്യ സ്വതന്ത്രരായ അതേ വർഷത്തിൽ തന്നെ ഇന്ത്യ സൗദി ഒഫീഷ്യൽ റിലേഷൻഷിപ്പിന് തുടക്കം കുറിച്ചു. വെയിറ്റ്, കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയും അറബ് വേൾഡും തമ്മിലുള്ള ബന്ധം 1947 തുടങ്ങിയതല്ല. പഴയ ബന്ധത്തിന് ഒരു ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് ഫോം കിട്ടിയ ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നീട് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമായി. 1950 സൗദി അറേബ്യയിലെ കിങ് സൗദ് ഇന്ത്യ സന്ദർശിച്ചു. ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എംബസി ലെവലിലേക്ക് ഉയർന്നു. 1950 ജവഹർലാൽ നെഹ്റു സൗദി അറേബ്യ സന്ദർശിച്ചു. രണ്ട് രാജ്യങ്ങളുടെയും റിലേഷൻ സ്ലോലി ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പാർട്ട്ണർഷിപ്പായി മാറുകയായിരുന്നു. 75th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അതേ വർഷം തന്നെയാണ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ 75 ഇയേഴ്സ് പൂർത്തിയായത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.